അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിരവധിയായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞപ്പോഴെല്ലാം തന്നെ അവരോരോരുത്തരും അവരവരുടെ സമൂഹത്തോട് പറഞ്ഞത് ഇന്നീലക്കും നാസിഹുൻ അമീൻ. അങ്ങനെ പറയാത്ത ഒരു പ്രവാചകന്മാരും ഉണ്ടായിട്ടില്ല. എന്താ ആ വാചകത്തിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഗുണകാംക്ഷി മാത്രമാണ്. ഈ പ്രവാചകന്മാരും ഒരാളും തന്നെ ജനങ്ങളോട് ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു തരുന്നതിന് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞങ്ങൾക്കുള്ള പ്രതിഫലം തരുന്നത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് അവനെ കൊണ്ട് വിശ്വസിച്ചില്ല എങ്കിൽ കഠിനമായ ശിക്ഷ നിങ്ങളെ പിടികൂടും എന്നിങ്ങനെ മിക്കവാറും പ്രവാചകന്മാരെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദീനു അന്നസീഹത്തു. ദീന് എന്നാൽ ഗുണകാംക്ഷയാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ആരോടാണ് അല്ലെങ്കിൽ ആർക്കാണ് റസൂലെ ഞങ്ങൾ ഗുണം കാംക്ഷിക്കേണ്ടത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്, അവൻ്റെ റസൂലിന്, നിങ്ങളുടെ ഭരണാധികാരികൾക്ക്, പൊതുസമൂഹത്തിന്, മുസ്ലിങ്ങൾക്ക് എന്നിങ്ങനെ ഒരു മുസ്ലിമിൻ്റെ ജീവിതം മൊത്തം മറ്റുള്ളവർക്ക് നന്മ വരണം എന്നാഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം. അയൽവാസികളോടുള്ള കടമയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് അള്ളാൻ്റെ റസൂൽ അവരോടുള്ള കടമയെക്കുറിച്ച് പറയുന്നത്, അവൻ വിളിച്ചാൽ ഓടിയെത്തണം, അവൻ എന്തെങ്കിലും കടം ചോദിച്ചാൽ കടം കൊടുക്കണം, അവൻ എന്തെങ്കിലും സന്തോഷിക്കാനുള്ള അവസ്ഥയുണ്ടായാൽ എന്തു ചെയ്യണോ, ആ സന്തോഷത്തിൽ പങ്കുചേരണം തുടങ്ങി സ്വന്തം മാതാവിന് എന്തൊക്കെ കിട്ടണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ അയൽവാസിക്ക് കിട്ടണമെന്നാണ് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ മുസ്ലിമും ആഗ്രഹിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ വർത്തമാനകാല സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു വിഭാഗം ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു ബോർഡ് വെച്ചതായി കണ്ടു. എന്താ ബോർഡിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വിവാഹം മുടക്കാനായി ചില പരട്ട് കിഴവന്മാർ ഇവിടെ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നു. അവർ പിടിക്കപ്പെട്ടാൽ ഞങ്ങൾ മാന്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു ആ ബോർഡിലുണ്ടായിരുന്നത്.
ഇത് ഒരു ഗ്രാമത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ തന്നെ കൃത്യമായി പള്ളിയിൽ പോവുകയും 5 നേരം നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും ഈ ഇല്ലാത്ത അപവാദ കഥകൾ ഉണ്ടാക്കി മറ്റൊരുത്തന്നെ അല്ലെ തൻ്റെ അയൽവാസിക്ക് അല്ലെ തൻ്റെ നാട്ടുകാരന് ഒരു നന്മ വരുന്നത് തടയാൻ വേണ്ടി സദാ ജാഗരൂകരാകുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവരുടെ ജാഗരൂകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊതുവെ ഈ പെൺകുട്ടികൾ കുറവായതുകൊണ്ട് പല ചെറുക്കന്മാർക്കും ഉദ്ദേശിച്ച രൂപത്തിൽ കല്യാണം ആകുന്നില്ല. അപ്പം ഈ കല്യാണം ആകുമ്പോൾ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ കൂടുതലുള്ളതുകൊണ്ട് ചെറുക്കനെ പറ്റി കൂടുതലൊന്നും അന്വേഷിക്കാതെ പെട്ടെന്ന് കല്യാണം നടത്തി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് പെൺകുട്ടികൾ കുറവും ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടുകയും ചെയ്യാത്ത സാഹചര്യം വന്നതുകൊണ്ട് പല ആളുകളും അവരുടെ മക്കളെ കെട്ടിക്കുമ്പോൾ ഈ ചെറുക്കൻ്റെ നാട്ടിൽ പോകും, അന്വേഷിക്കും. ഉള്ള വിവരങ്ങളാണ് പറഞ്ഞു കൊടുത്തോട്ടെ. അതിന് പിന്നെ റസൂലുള്ള പറഞ്ഞത് ഈബത്തിനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഉള്ളത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഈബത്താകുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂല് മറുപടി കൊടുത്തത് ഉള്ളത് പറയലാന്ന് ഈബത്ത്, ഇല്ലാത്തത് പറഞ്ഞാൽ 2 കുറ്റം. ഒന്ന് ഈബത്ത് പറഞ്ഞതും മറ്റൊന്ന് നെമീമത്ത് പറഞ്ഞതും, നുണ പറഞ്ഞതും. ഈ 2 കുറ്റം, ഈ 3 തരത്തിലുള്ള കുറ്റങ്ങളിലാണ് ഇവർ ഇടപെടുന്നത്. ഒന്ന് ഈബത്ത് പറയുക, രണ്ടാമത്തേത് ഏഷണി പറയുക, മൂന്നാമത്തേത് നുണ പറയുക. ഈ 3 കാര്യങ്ങളും കൂടി ഏറ്റെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറുക്കൻ പോയിട്ട് ഒരു പെണ്ണ് കണ്ടു, തിരിച്ചു വന്നു. അപ്പോൾ അവർ ഞങ്ങൾ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും അന്വേഷിക്കാൻ പോകുക ആരോടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ 5 നേരം നിസ്കരിക്കാനും അതുപോലെ തന്നെ പള്ളീൻ്റെ പ്രസിഡൻറ്റിനോടോ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയോടോ ഇവരോടൊക്കെയാണ് പോയിട്ട് അന്വേഷിക്കുക. ഇവർക്കാണെങ്കിൽ ആ ചെക്കനോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ചെക്കൻ യാതൊരു ദുസ്വഭാവം ഉണ്ടാവില്ല, ഒരു കുറ്റമൊന്നും പറയാനില്ലാത്ത മാന്യമായിട്ട് ജീവിക്കുന്ന നല്ല പണിയെടുത്തിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ചെറുക്കനാണെങ്കിലും ഇവർ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ, ചെറുക്കൻ്റെ ഉപ്പ വളരെ നല്ലതാണ്, വളരെ നല്ല കുടുംബമാണ്, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓ കള്ളും കുടിച്ച് വന്നിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നാണ് പറയുക. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും, ഈ പെൺകുട്ടിയുടെ ഉപ്പ വിചാരിക്കും പ്രശ്നനെ ഇവനിങ്ങനെ കള്ളു കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവനാണോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് പിന്തിരിഞ്ഞ് പോകും. ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയരുത് എന്ന് പറയും. ഇത് പറഞ്ഞത് കൊണ്ട് ഇയാൾക്ക്, ഈ പറഞ്ഞു കൊടുക്കുന്നയാൾക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. വൈലി എന്ന ചെരുവിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഖുർആനിൽ, നരകത്തിലെ വൈലി എന്ന ചെരുവിനെ പറ്റിയിട്ട്. അത് പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് മന്നാ അല്ലിൽ ഖൈരി മൂത്തദിൻ അസീം. മന്നാ അല്ലിൽ ഖൈർ, ഗുണത്തെ തടയുന്നവർ, അതിക്രമം പ്രവർത്തിക്കുന്നവർ, അങ്ങനെ കുറ്റത്തിലാകുന്നവർ, വെറുതെ കുറ്റം പേറി വെക്കുക. എന്തിന്? ഇവനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒന്നുമില്ല. അതുപോലെ തന്നെ ചിലരുണ്ടാവും ഏതെങ്കിലും സ്ഥലമോ മറ്റോ വിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പോഴത്തെ ചുറ്റുപാട് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടിലുള്ള സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചിലർ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ആളെ ബോർഡ് വെക്കും, എന്ത് വിൽപ്പനയ്ക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പോവും. സ്ഥലമെല്ലാം നോക്കിയിട്ടല്ലേ എല്ലാവരും എടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവും. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവും ഇവരാരെങ്കിലാണ് നിൽക്കുന്നത്. വെറുതെ ചോദിക്കുകയാണ്, എന്താ നിങ്ങളെന്താ പരിപാടി? ഞാൻ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ കച്ചവടമായോ? ഇല്ല, കച്ചവടമായിട്ടില്ല. ഒന്ന് ശരിക്കും ആലോചിച്ചാൽ കേട്ടോ, എന്താ കാര്യം? അല്ല, ആ സ്ഥലത്തിനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ആരല്ലോ പറയുന്ന കേട്ട്.
അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ട് അയാൾ സ്ഥലം എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്ഥലക്കച്ചവടം നടക്കണമെങ്കിൽ അതിൻ്റെ അടിയാധാരം മുതൽ പട്ടയം മുതൽ എല്ലാ രേഖയും അത് കാണിക്കേണ്ട പോലെ കാണിച്ചിട്ടേ ഈ സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുകയുള്ളൂ. അത് മാത്രമല്ല, അത് ആധാര എഴുത്തുകാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആധാരം എഴുതിയിട്ട് സർക്കാരിന് രജിസ്റ്റർ ചെയ്ത് കിട്ടണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആധാര എഴുത്തുകാരൻ്റെ അടുത്ത് എത്തുമ്പം തന്നെ അയാൾ അതിലുള്ള പോരായ്മകൾ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇയാൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അതിന് എന്തെല്ലോ പ്രശ്നമുണ്ട് എന്ന് പലരും പറയുന്ന കേട്ടിന്. അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം, ഓണറെ വിളിക്കാം. ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയുന്നേ. അള്ളാൻ്റെ ഭൂമിയിൽ ഇതുപോലെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ മന്ന അല്ലിൽ ഖൈറായിട്ടുള്ള അവനെ അടിച്ച് കൊന്നു കളിയുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഓനെ കൊന്നാൽ ഷഹീദിൻ്റെ കൂലിയാ, ഓനെ വെച്ചോണ്ട് നിൽക്കറ്. എന്താണ് ഇവനിക്ക് ഇതുകൊണ്ട് നേട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയ. അതായത് തിരക്കേടില്ല, അയാൾ വിചാരിക്കുകയാണ് ഞാൻ എടുത്തിട്ട് പൈസ കൊടുക്കാം. അത് കൊടുക്കുമോ? അത് കൊടുക്കൂല. വെറുതെ ഒരാവശ്യമില്ല. ചിലപ്പോൾ എന്നിട്ട് ഇതും പറഞ്ഞു കൊടുക്കും. ചിലരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കാട്ടും നല്ലൊരു സ്ഥലം എൻ്റെ അടുത്ത് വേറെ ഉണ്ട് കേട്ടോ, അത് കച്ചവടമാക്കി തരാം. അത് സാധാരണ ബ്രോക്കർമാർ പറയുന്ന ഒരു രീതിയാണ്. അതിമൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുക, അവനെന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ട് എന്ന്. ഇതുകൊണ്ട് ആർക്കാണ് ഗുണം? എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഇയാളുടെ അമലുകൾ ഫസാദാക്കുക, നശിപ്പിക്കുക, വൈലി എന്ന നരകം സ്വമേധയാ ഏറ്റെടുക്കുക എന്നതിലുപരി ഈ വൃത്തികെട്ട മനുഷ്യന് ഇതിൽ കൂടുതൽ എന്താണ് കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഒരു മനുഷ്യന് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ മക്കയിലേക്ക്, ഹറമിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പല ദിക്കുന്നായിട്ട് റസൂലുള്ളാഹിനെ പറ്റിയിട്ട് കേട്ടറിഞ്ഞിട്ട് പല ദിക്കിലായിട്ട് ആളുകൾ വരുമായിരുന്നു. അപ്പം വരുമ്പോൾ ഇവൻ്റെ പരിപാടി എന്താണെന്നറിയോ? നിങ്ങളെങ്ങോട്ടാ? ഞാനിങ്ങനെ ഹറമിൽ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, പുതുതായിട്ട് ഇങ്ങനെ ഒരു ദീനും അള്ളാഹിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന, അയാളെ പറ്റിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഇയാൾ പറയും, അത് ഭ്രാന്താണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ പോകണ്ട കേട്ടോ. അത് മാത്രമല്ല, ഇന്നലെ അയാളത്ത് പോയിട്ട് അയാൾ എന്തോ ആർക്കോ കൈവശം കൊടുത്തിന് എന്നുള്ള രൂപത്തിൽ പറയായിരുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആളെ കണ്ടുപിടിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു ഇന്നയാളാന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു അവൻ ജാരസന്തതിയാണ്. അപ്പം ഇവനാണെങ്കിലോ, ഈ പറഞ്ഞു കൊടുക്കുന്ന ആളാണെങ്കിലോ അവൻ്റെ ഗോത്രത്തിൽ ഏറ്റവും ഉയർന്ന ആളുമാണ്. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം കൂടിയിട്ട് അവൻ്റെ വിത്തും പേരും തിരഞ്ഞു നോക്കുമ്പോൾ ഇവൻ വ്യഭിചാരത്തിൽ ഉണ്ടായവനാണ്. അപ്പം അതിൽ മനസ്സിലാകുന്ന ഇത്തരം ഇരുട്ടിൻ്റെ സന്തതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാരസന്തതികളുടെ ആയിരിക്കും. അവർ ഈ വ്യഭിചാരത്തിലുണ്ടായ കുട്ടികളായിരിക്കും. അവർ വളർന്നു വരുമ്പോഴാണ് ഇത്തരം ബാധ്യതയായി മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം ആളുകളെ വെച്ചേക്കാൻ വരെ പാടില്ല. ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങൾ. സ്വന്തം ഒരു ഗുണമില്ല, മറ്റുള്ളവർക്കൊരു ഗുണമില്ല, മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മ മുടക്കാനായിട്ട് നടക്കുന്ന ആളുകൾ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളതിൽ പെട്ടവനാണോ? എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, അല്ലാഹുവേ എനിക്ക് സ്വന്തമായിട്ട് നന്മ ഉണ്ടാകണം, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിന് പകരം അസൂയക്കാരൻ്റെയോ അത്യാഗ്രഹിൻ്റെയോ കഥ കേട്ടില്ലേ എന്നതുപോലെ എനിക്ക് ഏതായാലും കിട്ടരുത്, വേറൊരാൾക്കും കിട്ടരുത്. അങ്ങനെ എന്ത് ചെയ്യും? ഈ സ്ഥലത്തിൻ്റെ എല്ലാം പിന്നാലെ നടന്ന് എല്ലാവരെയും മുടക്കിയിട്ട് അവസാനം അയാൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ 1,00,000 ഉറുപ്പ്യ സെൻറ്റിന് വിലയുള്ള സ്ഥലമാണെങ്കിൽ അയാൾ 10,000-30,000 ഉറുപ്പ്യക്ക് കൊടുക്കും, നിർവാഹക്കേടുകൊണ്ട്. അങ്ങനെ കൊടുത്താൽ 70,000 അയാൾക്ക് നഷ്ടം. അപ്പം ഇയാൾക്ക് എന്താ കാര്യമോ? ആ 70,000 വില ഉറപ്പിച്ചു. ഇതിനെ പറ്റിയിട്ട് ആരെങ്കിലും ഇയാളോട് ഉപദേശിക്കാൻ ചെന്നാൽ ഇയാൾ പറയുക എന്താണെന്നറിയോ? ഇഞ്ഞെന്തിന് ഇങ്ങനെ പറയുന്നത്? എനിക്കൊരു സമാധാനം, എനിക്കൊരു സന്തോഷം, ഞാൻ എൻ്റെ സന്തോഷം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യം എന്തിനാ നോക്കുന്നത് എന്ന് പറയുന്നവർ. നമ്മൾ പറയില്ലേ വെള്ളം കിട്ടാതെ പുഴുത്ത് ചാകുമെന്നൊക്കെ പറയില്ലേ, ആ വൃത്തികെട്ട ജന്മം ഇവരാണ്. നമ്മളതിൽ പെട്ടുപോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഏറ്റവും ശപിക്കപ്പെട്ട ജന്മങ്ങളാണ് ഇവർ. ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധാരണ രീതിയിൽ
പണ്ടുള്ള ഒരുപാട് ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തന്നത് ഇവൻ്റെ തലമുറകൾ തന്നെ ഇതുകൊണ്ട് അനുഭവിക്കുന്ന, ഇവൻ്റെ മക്കൾക്കും പേരക്കുട്ടികളായിട്ടും ഇവൻ ചെയ്ത ഇതിൻ്റെ തിക്തഫലം ഇവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. കാലാകാലങ്ങളോട് ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് ഒന്ന് കയറി, ബർക്കത്ത് എന്ന് പറയുന്നത് ഇവൻ്റെ ജീവിതത്തിൽ കയറി വരൂല. കാരണം അള്ളാൻ്റെയും ജനങ്ങളെയും മലക്കുകളെയും ശാപം ഇവരിങ്ങനെ നിരന്തരമായിട്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെറുതെ ഒരാവശ്യമില്ലാണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. അതുപോലെ വേറെ ചില ആളുകളെ പറ്റിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിനോ പിരിവിനൊക്കെ ആളുകൾ വരുമ്പോൾ നിങ്ങൾ ആർക്കാ കൊടുക്കുന്ന രോഗികളായവരെ. അതിന് ഞാനൊരു ഉസ്താദ് പറഞ്ഞാണ്, അദ്ദേഹം ഒരു വണ്ടി എടുത്തിട്ട് അവരുടെ നാട്ടിലുണ്ടല്ലോ ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ടല്ലോ, അയാളുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഒരു പിരിവിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തേക്ക് പോയ സമയത്ത് ഇയാൾ ചോദിച്ചോല്ലോ എന്തിനാ നിങ്ങൾ പിരിവെടുക്കുന്ന ഇങ്ങനെ ഈ രോഗിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ പറയാമല്ലോ, അള്ളാഹു അല്ലേ എനിക്ക് രോഗം കൊടുത്ത ഉസ്താദേ? അതെ. ആ രോഗം കൊടുത്ത അള്ളാഹിൻ്റെ പരീക്ഷണമല്ലേ? അതെ. പിന്നെ നമ്മളെന്തിനും എനിക്ക് സഹായിക്കുന്നേ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. അത് സൂറത്തിൽ യാസീനിൽ പറഞ്ഞിട്ടുണ്ട്, വൈദാ കീല ലഹും അംഫിക്കൂ മിമ്മാ റസഖക്കുമുല്ലാഹ് കാലല്ലദീന കഫറൂ ലില്ലദീന ആമനു അനുതീമു വലോ യശാഉല്ലാഹു അത്മ ഇന്നന്തും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അതായത് ഒരു ഭാഗം ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്ന് നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ പറയും, അള്ളാഹു ഭക്ഷിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തവർക്ക് നിങ്ങളെന്തിനാ ഭക്ഷണം കൊടുക്കുന്നത്? നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് എന്ന് ആര് പറയും? ഈ കാഫിരിങ്ങൾ പറയുന്ന. അപ്പം ഇത്തരം മുടക്കികൾക്ക് ഇസ്ലാമിൻ്റെതോ മുസ്ലിമിൻ്റെതോ ആയ യാതൊരു പരിഗണനയും കൊടുക്കരുത്. ആ ചെറുപ്പക്കാർ ബോർഡ് വെച്ചതുപോലെ അടിച്ച് കൊന്നേക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ചാൾ ജയിലിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല. എന്തിനാണ് ഇത്തരം വൃത്തികെട്ട ജന്മങ്ങളെ? പിന്നെ ഇബിലിസ് പല രൂപത്തിലുണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മിനൽ ജിന്നത്തി വന്നാസ് എന്നാണ് സൂറത്ത് നാസിൽ, അതായത് ഖുർആനിലെ അവസാനത്തെ അധ്യായമായ സൂറത്ത് നാസിൽ പറയുന്ന മനുഷ്യരിലും ജിന്നുകളിലുള്ള പിശാചുക്കൾ അവർക്ക് കുത്തിത്തിരിപ്പല്ലാണ്ട് വേറൊന്നും ആഗ്രഹിക്കാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇത്തരം ദുഷ്പ്രവർത്തികളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക. നമ്മളൊക്കെ വളരെ തുച്ഛമായ അമലുകൾ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.